ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ കുറച്ച് ജില്ലകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 ജില്ലകൾക്കടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ജില്ലകൾ കൂടെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അതിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയുടെയാണ്. നമ്മൾ ഓരോരോ ലൈനായിട്ട് എടുത്ത് വായിച്ച് പറയുന്നില്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ PDF ഒന്ന് പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാനും നോക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഓരോരോ ജില്ലകളിലും ആവശ്യമായിട്ടുള്ള രേഖകൾ, കാര്യങ്ങൾ, എത്രയാണ് ഫീസ് പറയുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണോ നോക്കുക, ആ ജില്ല നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ താഴെ കാണുന്ന പോലെ കൂടുതൽ വിവരങ്ങൾക്ക് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പറയുന്നത് പെരിന്തൽമണ്ണ, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണുന്നത്. 15/7/2025 മുതൽ 21/7/2025 വരെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്. പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്, അത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ 15/7/2025 ഈ പറയുന്ന തരത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഓരോരോ ജില്ലകളിലും ഡേറ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ ചെല്ലേണ്ട ആളുകളും സമയക്രമങ്ങളും റാങ്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നല്ലപോലെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളത് കാര്യമായിട്ട് തന്നെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന 14-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ളതിൽ അതിൽ ഓരോരോ ദിവസങ്ങൾ 14-ാം തീയതി തന്നെ എല്ലാ ജില്ലകളിലൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ചിലത് 16, 15 അങ്ങനെയൊക്കെ ആ ജില്ലകൾ അങ്ങനെയൊക്കെയാണ്, ആ ഡേറ്റിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ ജില്ല എന്ന് വെച്ചാൽ നിങ്ങളത് കറക്റ്റ് നോക്കുക, അതിൻ്റെ ഡേറ്റുകൾ കാര്യങ്ങളും കറക്റ്റ് നോക്കുക. അപ്പോൾ മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ്. കോഴിക്കോട് ജില്ലയിലെ കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/7/2025 17/7/2025, 18/7/2025, അങ്ങനെ 3 ഡേറ്റുകളിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ ഈ റാങ്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈമിൽ തന്നെ നിങ്ങൾ ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ റാങ്കിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എന്നുള്ളതിൽ പറയുമ്പോൾ നമ്മൾ ഇത് കേരളത്തിൽ മുഴുവനായിട്ട് ഒന്നിച്ച് റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും പോളിടെക്നിക്കിലേക്ക് അപേക്ഷിച്ച ആളുകൾ. നമ്മുടെ ജില്ലയിൽ ചിലപ്പോൾ കുറവായിരിക്കും, ബാക്കി ജില്ലയിലായിരിക്കും കൂടുതൽ. അപ്പോൾ ഈ റാങ്കൊക്കെ നോക്കുന്ന സമയത്ത് ഈ റാങ്ക് മുതൽ ഈ റാങ്ക് വരെയുള്ള ആളുകൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളവിടെ കറക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് കണ്ണൂർ ജില്ല, നേരത്തെ കോഴിക്കോട് ജില്ലയായിരുന്നു, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കണ്ണൂർ തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ജില്ലയിലും ഏത് പോളിയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. ഒരുവിധമൊക്കെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ 16/7/2025 ബുധനാഴ്ചയാണ് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 17/7/2025 18/7/2025 19/7/2025 നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീം 1-ലാണോ സ്ട്രീം 2-ലാണോ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കാം. അതുപോലെ തന്നെ സ്ട്രീം 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള പയ്യന്നൂർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ബ്രാഞ്ചിൽ അപേക്ഷിച്ച എല്ലാവർക്കും ഒരു കറക്റ്റ് ടൈമിംഗ് രാവിലെ 11 മണി മുതൽ 12 മണി വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള രേഖകൾ ഇതെല്ലാ ജില്ലയിലും ഒരുവിധം കോമൺ ആയിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ ഓരോ ജില്ലയിൽ തന്നെ ഉള്ളത് എടുത്ത് നോക്കുക. കറക്റ്റായിട്ട് തന്നെ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആളുകളാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇതുവരെ കിട്ടാത്ത ആളുകളാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ ആ ഒരു സ്ലിപ്പാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഓരോരോ PDF-ലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വയ്ക്കുക നിങ്ങൾ പരമാവധി. പിന്നെ ഇതെന്ന് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ സ്പോട്ട് അഡ്മിഷൻ വയനാട് ജില്ലയിലാണ് പറയുന്നത്. വയനാട് ജില്ലയിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന നമ്മുടെ കോളേജ് പറയുന്നത് മീനങ്ങാടി പോളിടെക്നിക് കോളേജിൽ ആണ് വെച്ച് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജിൻ്റെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എത്തേണ്ട ടൈമിങ്ങും കാര്യങ്ങളും നോക്കുക. പിന്നെ ഈ വയനാട് ജില്ലയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 18/7/2025 വെള്ളിയാഴ്ചയാണ്, 18-ാം തീയതി. ചില ജില്ലകളിൽ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചില ജില്ലകളിൽ 16-ാം തീയതിയാണ്. ഇപ്പോൾ ഈ വയനാട് ജില്ലയിലൊക്കെ കണ്ടില്ലേ 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഡേറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 14 മുതൽ 21-ാം തീയതി വരെയെന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിലും 14-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതല്ല. ഓരോരോ കോളേജിൽ സെപ്പറേറ്റ്ലി നമുക്ക് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുക. വയനാട് ജില്ലക്കാർ വയനാട് ജില്ലാ റാങ്കും മറ്റ് ജില്ലയിലുള്ളവർ സ്റ്റേറ്റ് റാങ്കും ഉൾപ്പെട്ട് അങ്ങനെ ആ രീതിയിൽ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പലയിടത്തും പറയുന്നുണ്ട്. ഇത്ര രൂപയ്ക്ക് താഴെയുള്ളവർക്ക് അങ്ങനെ എന്നുള്ളത് പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ താഴെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കണ്ടു.
അപ്പോൾ നിങ്ങളത് നോക്കുക. അതുപോലെ തന്നെ ഫീസ് കാര്യങ്ങൾ എത്രയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടാണ് നോക്കുക. PTF ഫണ്ടായി ഏകദേശം 3500 രൂപ പണമായി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അക്കൗണ്ടിൽ പണം വേണം. ഈ പറയുന്ന PTF ഫണ്ടൊക്കെ ഇങ്ങനെ അടയ്ക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഏതൊക്കെ അതായത് ഓരോ ജില്ലയിൽ ഓരോ രീതിയിലായിരിക്കും, അത് നിങ്ങൾ കറക്റ്റ് നോക്കുക. ഇതെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ളതാണ്. അത് പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് കാസർഗോഡത്ത് നടക്കുന്നത്. ഞാൻ എന്താ വെച്ചാൽ മുഴുവനായിട്ടും ഡീറ്റെയിൽസ് വായിച്ചു പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏത് ജില്ലയിൽ ഏത് മെയിൻ പോളിടെക്നിക് കോളേജിലാണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ ഒന്ന് വായിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും റാങ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും സമയക്രമമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു PDF നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് സംഭവം എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സംവരണ തത്വം പാലിച്ചുകൊണ്ടായിരിക്കും റാങ്ക് ക്രമത്തിൽ റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടായിരിക്കാം. അവസരം മിസ്സാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പരമാവധി ഈ ഒരു സ്പോട്ട് അഡ്മിഷന് കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്തിട്ട് ഇനി കോളേജ് മാറാൻ താല്പര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളോ ഒക്കെ കോളേജ് വേറെ നോക്കണം, അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള മുട്ടം പോളിടെക്നിക് കോളേജിലായിട്ടുള്ള സർക്കാർ പോളിടെക്നിക് കോളേജിൽ മുട്ടം പോളിടെക്നിക് കോളേജിൽ ആണ് നടക്കുന്നത്. അത് ഇടുക്കി ജില്ലയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇടുക്കി ജില്ലയിലുള്ള ആളുകളൊക്കെ ഈ ഒരു സമയക്രമം അനുസരിച്ചിട്ട് മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഇടുക്കി നിങ്ങൾ പോവുക. നിങ്ങളുടെ സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് തീരുമാനമാക്കുക. അതുപോലെ തന്നെ 21-ാം തീയതി വരെ തന്നെ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഈ ഒരു അഡ്മിഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് കറക്റ്റായിട്ട് തന്നെ നോക്കുക, ചെല്ലുക. പിന്നെ ആവശ്യമായിട്ടുള്ള രേഖകൾ SSLC ബുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി വരുമാനം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പ്രത്യേക കോട്ടയോ സംവരണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ്, അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രോസ്പെക്ട്സ് പ്രകാരമുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് പറയുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേർത്തലയിലും വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മുടെ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 17, 18, 19 തീയതികളിലാണ് നടക്കുന്നത്. അതുപോലെ ഫീസിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക പരമാവധി. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് പോളിടെക്നിക് ചേർത്തല, വനിതാ പോളിടെക്നിക് കോളേജ് കായംകുളം, കാർമൽ പോളിടെക്നിക് കോളേജ് പുന്നപ്ര, അങ്ങനെയുള്ള എല്ലാ കോളേജുകളിലേക്കും വേണ്ടിയിട്ടുള്ള ഇതാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ വെണ്ണിക്കുളം, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുക, ടൈമും നോക്കുക. എല്ലാത്തിലും ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കറക്റ്റായിട്ട് തന്നെ ഏതൊക്കെയാണ് പോകേണ്ട സമയങ്ങളും സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രക്ഷിതാക്കളെ കൂട്ടിയിട്ട് എന്തായാലും നിർബന്ധമായിട്ടും പോകും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്